എന്റെ മാത്രം രചന ആമിന. അവതരണം ഷാവുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. വരുൺ, അപ്പൊ നീയാണോ ഞങ്ങൾ വിളിച്ചവളെ വിളിക്കുന്നില്ല? അതെ, പക്ഷെ ഞാനല്ല ഇതിനൊന്നും പിന്നിൽ. നേരത്തെ നിങ്ങൾ കണ്ട എനിക്കൊപ്പം ഉണ്ടായിരുന്നവനാ. അയാള് ആദ്യം സംശയത്തോടെ ചോദിക്കാൻ വന്ന വരുൺ പറഞ്ഞു. ഡോക്ടറെ സംശയം ശരിയാ, തൽക്കാലം അവന്റെ കാര്യം ചിന്തിക്കേണ്ട. സമയമാകുമ്പോൾ അവനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലാവും. ലച്ചുവിന്റെ അച്ഛനെവിടെയാ ചോദിച്ചതും അയാളുടെ മുഖം വല്ലാതെയായി. അറിയില്ല, ഇവരെല്ലാം രക്ഷിക്കുക എന്നൊരു ലക്ഷ്യം എനിക്കുണ്ടായിരുന്നു. ആനന്ദിന്റെ കണ്ടീഷൻ എനിക്ക് അറിയായിരുന്നു. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ ഇവിടേക്ക് എത്തിയത്. ഇവിടെ വന്നപ്പോൾ ഇവരെ മാത്രമേ കണ്ടുള്ളൂ, അതേ ഇവിടെ ഇല്ലായിരുന്നു. പിന്നെ ആ വീഡിയോ ഇവർക്കൊപ്പം അദ്ദേഹത്തെ ആദ്യം ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കാം. പിന്നീട് അവൻ ഇവിടുന്ന് മാറ്റിയതും ആവാം. പക്ഷെ നമുക്കൊന്ന് അന്വേഷിക്കാം. അവൻ ഇതുപോലെ ഇനിയും സ്ഥലങ്ങളുണ്ട്. അവിടെ എവിടെയെങ്കിലും ആ അദ്ദേഹം ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങളും കാർത്തിക്കും തമ്മിൽ എങ്ങനെയാ പരിചയം? അവർക്ക് സംസാരിക്കേണ്ട സമയമല്ലേ ഇപ്പോൾ? എല്ലാം വഴിയെ പറയുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? വരുൺ ഒഴിഞ്ഞു മാറിയതും പിന്നെ അവർ കൂടുതലും ചോദിച്ചില്ല. ഇനി എന്തൊക്കെ അറിയാനുണ്ടെന്ന് അവർക്ക് മനസ്സിലായിരുന്നു. ഞങ്ങൾ ഇവർ വീട്ടിലെത്തിച്ചിട്ട് വരാം, അതും പറഞ്ഞ് അവരോട് നിന്ന് ഇറങ്ങി. ലച്ചുവായിട്ട് ഇയാൾക്ക് എന്തോ ഒരു പരിചയമുണ്ട്. അന്ന് ഹോസ്പിറ്റലിൽ ഇയാളെ കണ്ടപ്പോൾ അവൾ എവിടെയോ കണ്ണു മറന്നാണെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അന്നതൊരു തോന്നലായിരിക്കും ഞാൻ കരുതി. ചേച്ചിക്ക് അറിയാതിരിക്കട്ടെ, അപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും. ഇനി ചേച്ചി എങ്ങനെയാ രക്ഷിക്കുന്നേ? അറിയില്ല മോളെ, എന്തായാലും അച്ഛൻ അന്വേഷിക്കണം. കണ്ടെത്താനായാലും നേരിട്ട് നാളെ ലച്ചുവിൻ്റെ വീട്ടിലേക്ക് പോകാനാണ് എൻ്റെ തീരുമാനം. ഒന്നിൻ്റെ പേരിൽ അവളെ ഒരിക്കലും ഞാൻ വിട്ടുകൊടുക്കില്ല. അദ്ദേഹത്തെ കണ്ടെത്താനാവും തന്നെയാണ് എൻ്റെ വിശ്വാസം. നമുക്ക് നോക്കാം. അതേ നന്ദ്, എന്തെങ്കിലും ഒരു വഴിയുണ്ടാവും. പ്രിയ പറഞ്ഞതും ആനന്ദ കേട്ട് വേദനയോടെ ചിരിച്ചു. അവരുടെ മനസ്സിൽ മുഴുവൻ ലച്ചോട് അനുഭവിക്കേണ്ടി വരുന്ന വേദനയായിരുന്നു. വീട്ടിലെത്തിയതും 3 പേരെയും കണ്ട അച്ഛനും അമ്മയ്ക്കും സുമതിക്കും സമാധാനമായി. നിങ്ങളിനി എവിടേക്കാ? വീട്ടിൽ വന്ന പാടെ പുറത്തേക്ക് പോകുന്ന ആദ്യ ആനന്ദിനെയും കണ്ട അച്ഛൻ ചോദിച്ചു. ലച്ചുവിന്റെ അച്ഛനെ കണ്ടെത്താനായിട്ടില്ല അച്ഛാ, അച്ഛനെ കണ്ടുപിടിക്കണം, അങ്ങനെ ഞങ്ങൾ പോകുന്നു. ആനന്ദ് പറഞ്ഞു. അച്ഛനത് കേട്ട് മൂളി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണേ മോനെ. അവർ നോക്കി അച്ഛൻ പറഞ്ഞ് 2 പേരും ഇറങ്ങി. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ മക്കളെ? അച്ഛനകത്തേക്ക് ഒന്ന് ചോദിച്ചു. അവള് പോയപ്പോ മക്കളെ തിരിച്ചു കിട്ടി, അതെന്തായാലും നന്നായി. സുമതി പറഞ്ഞതും എല്ലാവരും സുമതിയെ ദേഷ്യത്തിൽ നോക്കി. ലച്ചു ഒരു തെറ്റും ചെയ്തിട്ടില്ല അമ്മേ, വെറുതെ അവളെ കുറ്റം പറയണ്ട. ഇതൊക്കെ അവൾ അനുഭവിക്കേണ്ടി വന്നില്ലോ എന്നോർത്ത് എൻ്റെ വിഷമം. പ്രിയ പറഞ്ഞു. എൻ്റെ മോളെ, അവളെ കാരണം തന്നെ എല്ലാം സംഭവിച്ച്. അവൾ ഇവിടേക്ക് വന്നില്ലായിരുന്നു ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കായിരുന്നോ? ഇനി ഏതായാലും അവള് പോയി, നാളെ അവിടെ കെട്ടും നടക്കും. ഇനിയിപ്പോൾ പ്രിയയും നന്ദുമായിട്ടുള്ള വിവാഹം നടത്തുന്നില്ലേ നല്ലത്? അവൾ എനിക്ക് അന്യയല്ല, അങ്ങനെ ഞാൻ കണ്ടിട്ടുമില്ല. അവൾ സ്വന്തം വീട്ടിലേക്കാണ് പോയതെങ്കിലും അവിടുത്തെ സ്ഥിതി നല്ലതല്ലാത്തതുകൊണ്ട് അവളെ ഏതവസ്ഥയിലെന്നറിയാൻ പറ്റാത്ത വിഷമത്തിലാണ് ഞങ്ങൾ. അവിടെ നീ സ്വന്തം കാര്യം മാത്രം ചിന്തിക്കരുത്, അമ്മ വിഷമത്തോടെ പറഞ്ഞു. അവള് പോയതല്ലേ, നമ്മളാരും പറഞ്ഞു വിട്ടല്ലോ. ഇനി അത് നോക്കിയിരിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അമ്മ ഇനി എന്തൊക്കെ പറഞ്ഞാലും എത്ര ന്യായം പറഞ്ഞാലും ഞാൻ നന്ദുവിനെ വിവാഹം കഴിക്കില്ല. എനിക്കതിൽ താല്പര്യമില്ല. അവനിപ്പോൾ എനിക്ക് സ്വന്തം സഹോദരൻ്റെ സ്ഥാനത്താണ്, അത് മതി എനിക്ക്. അവൻ ലച്ചുവിനുള്ളതാ, അത് മാറ്റാൻ ആരും ശ്രമിച്ചാലും നടക്കില്ല. ഇനി ഇതിനെപ്പറ്റി സംസാരം ഇവിടെ വേണ്ട. പ്രിയ അതും പറഞ്ഞ് റൂമിലേക്ക് പോയതും സുമതി അത് കേട്ട് പല്ലിയരിച്ചു. പ്രിയ പറഞ്ഞ് കേട്ടില്ല ആന്റി, ചേച്ചി ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ ഏട്ടൻ തിരികെ കൊണ്ടുവന്നിരിക്കും. ആരും നടക്കാത്ത കാര്യം എടുത്ത് മനക്കോട്ട കേട്ടണ്ട. കാവി നീ വാ. ആര്യ അവളെയും വിളിച്ചുകൊണ്ട് പോയി. ദൈവമേ, എൻ്റെ കുഞ്ഞിനൊന്നും സംഭവിക്കരുതേ. അമ്മ പ്രാർത്ഥനയോടെ ലച്ചുവിനെ ഓർത്തിരുന്നു. സ്വന്തം മോൾ തിരിച്ചു വന്നാൽ പിന്നെ അന്യന്റെ മോൾ ഓർത്ത വിഷമം, കഷ്ടം. അവളിനി തിരിച്ചു വരില്ലേ ദേവി? സുമതി മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു പോയി. താൻ വിഷമിക്കേണ്ടടോ, മോളിങ് വരും, സമാധാനായിട്ടിരിക്കുക. അച്ഛനമ്മയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. നന്ദു ആദ്യമായിട്ടൊരു കുട്ടിയെ എങ്ങനെ സ്നേഹിക്കുന്നു. നമ്മളെ സ്നേഹിക്കുന്ന ഒരാളെ അവൻ ആഗ്രഹിച്ചു. അവരുടെ വിവാഹം ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടു ഏട്ടാ. എൻ്റെ പേടി ലച്ചുവിനെ ഓർത്ത, അവൾക്കൊന്നും ചെയ്യാനാവില്ലല്ലോ എന്ന് ഓർത്ത. അവള് വരും, ഇല്ലെങ്കിൽ നമുക്ക് നാളെ അവിടേക്ക് പോവാം. കയ്യോടെ അവളെ കൂട്ടിക്കൊണ്ടുവരാം. നമ്മുടെ മോനെ മറന്ന അവൾക്ക് ആവില്ല പല്ലവി, മറ്റൊരുത്തന്റെ മുന്നിൽ കഴുത്ത് നീട്ടാൻ. ഇത്രയും കണ്ണീച്ചോരില്ലാത്തവനാണ് അവരെന്ന് ഞാൻ കരുതിയില്ല. അതും പറഞ്ഞ വേദനയോടെ അമ്മ ലച്ചു വരുമെന്ന പ്രതീക്ഷയിൽ അവളെയും കാത്തിരുന്നു. കാർത്തികിന്റെ വീട്ടിൽ കല്യാണ ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നുണ്ട്. ലച്ചു അമ്മ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴേക്കും ഗൗരി പെട്ടിയുമായി ഡോറും തുറന്ന് കയറി വന്നു. ലച്ചു അവരെ ദയനീയമായി നോക്കി. പിടിക്ക്, വൈകിട്ടാണ് നിന്റെ ഡ്രസ്സ് ഓർണമെന്റ്സ് ഒക്കെയാ. സമയമാകുമ്പോൾ മര്യാദക്ക് ഒരുങ്ങി നിന്നണം. അതിനു മുന്നേ ഓടിപ്പോകാൻ തള്ള മോൾക്ക് ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടും ജീവനോടെ നിങ്ങളുടെ ഭർത്താവിന് കാണില്ല, ഗൗരി പറഞ്ഞു. അതുവരെ സമാധാനമായിരുന്ന രാധികയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ഞാനെവിടേക്കും പോവില്ല, ഇതൊക്കെ സമ്മതിച്ചുകൊണ്ട് തന്നെ ഞാൻ വന്ന്. എൻ്റെ അച്ഛനായിട്ട് എൻ്റെ സഹോദരിമാർക്കൊന്നും സംഭവിക്കരുത്, അവർ വെറുതെ വിടണം പ്ലീസ്, ലച്ചു കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു. ആദ്യം നീ അണിഞ്ഞൊരുങ്ങി നിൽക്ക്, കല്യാണം നടക്കട്ടെ, എന്നിട്ട് ബാക്കി തീരുമാനിക്കാം. അങ്ങനെയല്ലല്ലോ കാർത്തിക് പറഞ്ഞ്. വിവാഹം നടക്കുമ്പോൾ അവരെനിക്ക് കാണണം. എൻ്റെ ഡിമാൻഡ് സംബന്ധിച്ചിട്ടാ ഞാനിവിടേക്ക് വന്ന്, ലച്ചു പറഞ്ഞു. ഗൗരി അതിന് പൊട്ടിച്ചിരിച്ചു. അതൊക്കെ അപ്പാവും പറഞ്ഞല്ലേ, ഇനി അതൊക്കെ നീ മറന്നേക്ക്. വിവാഹം നടന്നിട്ട് എന്ത് വേണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും, അത് നീ അങ്ങ് അനുസരിച്ചാൽ മതി. ഇല്ല, അങ്ങനെ എന്നെ പറ്റിച്ച് ആരും വിവാഹം നടത്തില്ല. അവർക്ക് വേണ്ടിയാ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ച്. എൻ്റെ ഡിമാൻഡ് നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ലെങ്കിൽ ഈ വിവാഹം നടക്കില്ല, ലച്ചു ദേഷ്യത്തിൽ പറഞ്ഞു. ഗൗരി അവളെ കവിളിൽ ആഞ്ഞടിക്കാൻ വന്നു. രാധിക തടഞ്ഞു. ഗൗരി, എൻ്റെ മോളെ തൊട്ടു പോരുത്, നീയൊക്കെ ഒരുപാട് നോവിച്ചാവളെ, ഇനിയും സമ്മതിക്കില്ല ഞാൻ.
രാധിക അവർക്ക് മുമ്പിൽ കയറിയുന്നുകൊണ്ട് പറഞ്ഞു. ശബ്ദം കേട്ട് ശങ്കറും കാർത്തികും സന്ദീപും റൂമിലേക്ക് ഓടി വന്നു. എന്താ ഇവിടെ? നിങ്ങൾ എന്നെ വീട് വാക്ക് പറഞ്ഞ് പറ്റിച്ചാണല്ലേ? അവർ നാളെ മുമ്പിൽ കാണാൻ യുവാ നടക്കുന്നത് നിങ്ങൾ കരുതണ്ട. എല്ലാം നഷ്ടപ്പെട്ട് ജീവിതം പോലും വേണമെന്ന് കരുതി നിൽക്കുന്നവളാ ഞാൻ. എന്റെ സ്വപ്നങ്ങളെല്ലാം തകർത്ത് നിങ്ങളോടൊപ്പം ജീവിക്കുന്നതിന് ഭേദം മരണ. ഞാൻ പറഞ്ഞ് അംഗീകരിക്കാൻ തയ്യാറില്ലെങ്കിൽ നാളെ നീ താലിയിട്ടുന്ന എന്റെ ശവത്തിലാവും. ഇത് വെറും വാക്കല്ല. ലച്ചു ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ടേബിളിൽ നിന്ന് ലൈറ്റ് ശക്തിയിൽ താഴേക്ക് എറിഞ്ഞതും അവളുടെ പ്രവൃത്തി കണ്ട് എല്ലാവരും ഞെട്ടി. എടി നീ! ഗൗരി അവൾക്ക് നേരെ ചീറിയതും ലച്ചു തറയിൽ നിന്ന് പൊട്ടിയ ലൈറ്റിന്റെ കഷ്ണം കയ്യിലെടുത്ത് അവർക്ക് നേരെ നീട്ടിയതും ഗൗരി പെട്ടെന്ന് നിന്നു. എന്റെ അടുത്തേക്കെങ്ങാനും വന്നാ ഈ നിമിഷം ഞാൻ മരിക്കും. നിങ്ങളുടെയൊക്കെ കൺമുമ്പിൽ കിടന്ന് മരിക്കും ഞാൻ. നാളെ കല്യാണം നടക്കായിരിക്കും ഒരു മരണം നടന്ന ചോദ്യം നിങ്ങളുടെ നേർക്ക് തന്നെ വരും. അതോടെ തീരും അച്ഛനും മോനും. ലച്ചു പറഞ്ഞ ശങ്കർ അത് കേട്ട് കാർത്തികിനെ നോക്കി. മോളെ പറഞ്ഞു മനസ്സിലാക്കി രാധികയെ. ഞാനെന്തിനു പറഞ്ഞു മനസ്സിലാക്കണം? ഈ വൃത്തികെട്ടവന് വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് ഞാൻ എന്റെ മോളോട് പറയണോ? അതിനും ഭേദന്റെ മോള് മരിക്കുന്നത് തന്നെയാ നല്ലത്. ഇവള് മാത്രമല്ല ഞാനും പോവും. ഇവളുടെ അച്ഛനെന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഞങ്ങളും ഉണ്ടാവില്ല. രാധിക ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. അവർ പരസ്പരം നോക്കി. ആരും ചാവണ്ട. നിനക്ക് ഞാൻ വാക്കെന്ന പോലെ നാളെ മുഹൂർത്തത്തിന് മുമ്പ് അവരെല്ലാം അവിടെ ഉണ്ടാവും. അത് ഞാനാ പറയുന്നത്. കാർത്തിക് പറഞ്ഞു. ലച്ചു അത് കേട്ട് പുച്ഛത്തോടെ ചിരിച്ചു. ആ മുറി വിട്ടു പോയതും ശങ്കർ അവന്റെ കൂടെ പുറത്തേക്ക് പോയി. മോളെ, അമ്മ അവളെ വേദനയോടെ വിളിച്ചു. ആഗ്രഹിച്ച അമ്മേ, ഏട്ടന് വേണ്ടി ഒരുങ്ങ. ആ താലി ഏറ്റുവാങ്ങാൻ, ഏട്ടന്റെ കൈ കൊണ്ട് എന്റെ സീമന്തരേഖ ചോപ്പിക്കാനൊക്കെ ഒരുപാട് ആഗ്രഹിച്ചതാ. ദൈവം എനിക്ക് അതിനും ഭാഗ്യം തന്നില്ലല്ലോ അമ്മേ. ഏട്ടനൊപ്പം ഉണ്ടാകുന്ന വാക്കുകൊടുത്തിട്ടും അത് പാലിക്കാൻ എനിക്കായില്ല. എനിക്കൊപ്പം ഒരു ജീവിതം ഏട്ടൻ ഒരുപാട് ആഗ്രഹിച്ചു. അപ്പം ഞാനും അതൊക്കെ വെറും സ്വപ്നമായി മാറിയില്ലെന്ന് ഓർത്ത് എനിക്ക് സഹിക്കുന്നില്ല അമ്മേ. അവൾ പറഞ്ഞതും മറുപടി പറയാനാവാതെ അമ്മ അവളെ ചേർത്ത് പിടിച്ചു. എനിക്കാവില്ല അമ്മേ ഇയാളെ കല്യാണം കഴിക്കാൻ. എനിക്ക് വേണം എൻ്റെ ഏട്ടന്. ഏട്ടനൊപ്പം ജീവിക്കണം എനിക്ക്. അമ്മേ, എനിക്കാവില്ല ഏട്ടനില്ലാതെ. എനിക്ക് ഇഷ്ടമാണ് ഏട്ടന്. ഞാൻ എന്താ ചെയ്യണി? അവൾ കരഞ്ഞുകൊണ്ട് അമ്മയെ കെട്ടിപ്പിടിച്ചു. ഇത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷിക്കുന്നത് ഞങ്ങളാ. ദൈവം കൈവിടില്ല. നിനക്ക് വേണ്ടി എന്തും ചെയ്യൂ അമ്മ, കരയാതിരിക്കെ. രാധിക ഉള്ളിൽ ചിലത് ഉറപ്പിച്ച പോലെ പറഞ്ഞു. കല്യാണത്തിന് ക്ഷണിച്ചവരൊക്കെ എത്തിച്ചേർന്നു. ലച്ചുവിന് ഒരുക്കാനുള്ള ആളെ നേരത്തെ ഗൗരി ഏർപ്പാട് ചെയ്തിരുന്നു. ആരവളെ ഒരുക്കി നിർത്തി. തന്റെ രൂപം കാണും തോറും അവൾക്ക് സ്വയം വെറുപ്പും പുച്ഛവും തോന്നി. ആനന്ദിനെ ഓർത്ത് പിടയായിരുന്നു അവളുടെ മനസ്സ്. അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ലച്ചുവിനെ കണ്ടതും അമ്മ കണ്ണീരൊപ്പിക്കൊണ്ട് അവളെ നോക്കി. ദേവതയെ പോലെ ഒരുങ്ങി നിൽക്കുന്നവളെ കണ്ടതും കാർത്തികിന്റെ കഴുകൻ കണ്ണുകൾ അവളുടെ ദേഹത്തുകൂടി ഓടി നടന്നു. നീ അങ്ങ് സുന്ദരിയായിലൂടെ. ഇപ്പൊ തന്നെ നിന്നെ അങ്ങ് സ്വന്തമാക്കിയാലെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു ദിവസം കൂടി കാക്കാൻ ഞാൻ തയ്യാറാ. നാളെ നീ തന്നെ നിന്റെ സമ്മതത്തോടെ എൻ്റെ മുന്നിലേക്ക് വരണം. കാർത്തിക അവളുടെ ചെവിയിൽ പറഞ്ഞു. ലച്ചു അടിമുടി ദേഷ്യത്തിൽ വിറച്ചു. ഒന്നും ചെയ്യാനാവാതെ അവിടെ നിൽപ്പ് കണ്ടതും അവൻ കൂടുതൽ അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്ന് അവളുടെ നഗ്നമായ ഇടുപ്പിൽ കൈകൊണ്ട് പിടിച്ചതും ശരീരം ചുട്ടുപൊള്ളുന്ന പോലെ അവൾക്ക് തോന്നി. അവന്റെ കൈ അവിടുന്ന് വഴിമാറി സഞ്ചരിക്കാൻ തുടങ്ങിയതും അവൾ ദേഷ്യത്തിൽ അവൻ നോക്കിക്കൊണ്ട് തള്ളിമാറ്റി. കല്യാണത്തിന് ഭീഷണിപ്പെടുത്തി സമ്മതിപ്പിച്ചെന്ന് കരുതി എന്റെ ദേഹത്തോട്ട് ആ വിവരറിയുന്നീ, അവൾ ദേഷ്യത്തിൽ പറഞ്ഞു. അത് കേട്ട് അവൻ ചിരിച്ചു. നിന്റെ ഈ സ്വഭാവം എനിക്ക് നല്ലോണം പിടിച്ചു. പക്ഷെ നിനക്കൊന്നും ചെയ്യാനാവില്ല. നാളെ നീ എനിക്കുള്ള തന്നെയാടി. കാത്തിരുന്നോ നീ? അവളൊന്നുകൂടി ചുഴിഞ്ഞു നോക്കിക്കൊണ്ടാവൻ പോയതും ലച്ചു വെറുപ്പോടെ അവനെ നോക്കി. വന്നവരെല്ലാം അവൾ ദയനീയമായി നോക്കുന്ന കണ്ടതും അതൊന്നും താങ്ങാനാവാതെ അവൾ മുഖം കുനിച്ച് നിന്നു. ഒരുപാട് അന്വേഷിച്ചിട്ടും ലച്ചുവിന്റെ അച്ഛനെ കണ്ടുപിടിക്കാൻ ആനന്ദിനായില്ല. അവൻ കൊണ്ടുപോകാൻ സാധ്യതയുള്ളിടത്തെല്ലാം നമ്മൾ അന്വേഷിച്ചു. ഇനി എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. അവിടെ അവൻ എൻ്റെ പെണ്ണിനെയും കൊണ്ട് കല്യാണത്തിന്റെ ഒരുക്കത്തിലായിരിക്കും. അതോർക്കുമ്പോൾ എൻ്റെ നെഞ്ച് കത്തുക. അവൻ്റെ ഒപ്പം നിൽക്കുന്ന ഓരോ നിമിഷം അവൾ ജീവിതം പോലെ വെറുക്കുന്നുണ്ടാവും. അവൻ്റെ ഒപ്പം അധിക സമയം അവൾ ഉണ്ടാവില്ല. അവനെ വെറുതെ വിടില്ല ഞാൻ. അവനെ പുറലോകം കാണിക്കില്ല ഞാൻ. ആനന്ദ് ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ചാടി എഴുന്നേറ്റു. അവൻ്റെ ഉള്ളിൽ മുഴുവൻ കാർത്തികിനുള്ള ദേഷ്യം ആളിക്കത്തി. ആനന്ദ് കൂൾ. താനിങ്ങനെ ടെൻഷനാകാൻ വേണ്ടിയൊന്നും അവൾക്ക് പറ്റില്ല. നഷ്ടമായതിനൊന്നും വരില്ലല്ലോ, അടുത്തെങ്കിലും ഉള്ളത്. വരുൺ പറഞ്ഞു. ആനന്ദ് ആദ്യം അയാളെ നോക്കി. നിങ്ങളുടെ ഉള്ളിൽ ഇവനോട് ഇത്രയും ദേഷ്യം തോന്നാൻ എന്താ കാരണം? ദേഷ്യം അതവനെ കൊല്ലാനുള്ള അത്രയുണ്ട്. പറയാനാണെങ്കിൽ എൻ്റെ ജീവിതം ഒരുപാടുണ്ടോ. എൻ്റെ ഏറ്റവും വലിയ സ്വത്താ അവൻ കാരണം നഷ്ടമായത്. ഒരു കുടുംബം മുഴുവനാ അവൻ കാരണം തകർന്ന്. വരുൺ വേദനയോടെ പറഞ്ഞു. അതിന് മാത്രം എന്താ ഉണ്ടായത്? ആനന്ദ് ചോദിച്ചു. അയാളൊന്ന് ചിരിച്ചു. ആ ചിരിയിൽ 1000 വേദന അയാൾ മറക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. എൻ്റെ ജീവനായിരുന്നു അവൾ, എൻ്റെ വേണി. പെങ്ങളൊന്നുമില്ലുപരി എനിക്ക് അവൾ മോളായിരുന്നു. എനിക്ക് മാത്രമല്ല, എൻ്റെ കുടുംബത്തിനും. ഒരുപാട് പേരുള്ള ഒരു വലിയ കുടുംബത്തിലെ ഏക പെൺതരിയായിരുന്നു അവൾ. അവളെ കൊണ്ട് ഒരുപാട് സ്വപ്നം കണ്ടിരുന്ന ഞങ്ങളല്ല. സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു പാവം. ആദ്യം പോലെ ഒരു ഡോക്ടർ ആവണം തന്നെയായിരുന്നു അവളുടെ ആഗ്രഹം. അവളുടെ ആഗ്രഹം നേടിക്കൊടുക്കാൻ വേണ്ടിയാണ് ഇവിടെ തന്നെയുള്ള കോളേജിൽ പണം നോക്കാതെ അവളെ ചേർത്ത്. ഓരോ ദിവസം അവളുടെ സന്തോഷ ആഗ്രഹം വളരുന്ന കാണുമ്പോൾ ഞങ്ങൾക്കും അത് സന്തോഷമായിരുന്നു. കോളേജിൽ വന്നതിനിടയിൽ ഒരാളായിട്ട് അവൾ പ്രണയത്തിലായി. അത് അവൾ ആദ്യം പറഞ്ഞ് ഞങ്ങളോട് തന്നെയായിരുന്നു. അവളുടെ ജീവിതത്തിലൊന്നും അവൾ ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ടില്ല. അത് അവളോട് ഞങ്ങൾക്കുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. ആരെയും വേദനിപ്പിക്കാനും അവൾക്കാവില്ലായിരുന്നു. ഉള്ളിലൊരാളോട് ഇഷ്ടം തോന്നിയപ്പോൾ തന്നെ അവൾ വീട്ടിലറിയിച്ചു.
മോളുടെ ഇഷ്ടമായതുകൊണ്ട് തന്നെ അവനെക്കുറിച്ച് ഞങ്ങൾ കൂടുതൽ അന്വേഷിച്ചു. പക്ഷേ അവന് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാനാവുമായിരുന്നില്ല. അവൻ്റെ ചുറ്റുപാടും അവനെക്കുറിച്ച് അറിഞ്ഞു വന്നു. ഞങ്ങളുടെ താല്പര്യക്കുറവ് കാണിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി അവളത് വേണ്ടെന്ന് വെച്ചു. പക്ഷെ ഓരോ ദിവസവും അവൾ ഞങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന പോലെ തോന്നി. ഉള്ളിൽ വേദനിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ മുമ്പിൽ അവൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതെന്ന് തോന്നി. അവളുടെ വിഷമം കണ്ടുകൊണ്ട് അവളുടെ കാര്യം തിരക്കിയപ്പോൾ അവന് മറക്കാനാവുന്നില്ലെന്ന് അവൾ പറഞ്ഞു. അവസാനം അവളുടെ ആഗ്രഹത്തിന് ഞങ്ങൾ സമ്മതിച്ചു. അവളുടെ സന്തോഷമായിരുന്നു ഞങ്ങളും ആഗ്രഹിച്ച്. എല്ലാം സന്തോഷമായി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ മരണവാർത്ത ഞങ്ങൾ അറിയുന്നത്. അത് പറയുമ്പോഴേക്ക് അയാൾ കരഞ്ഞുപോയിരുന്നു. അത് കണ്ടതും ആനന്ദം ആദ്യം അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. സോറി, എക്സ്ട്രീംലി സോറി. ഞങ്ങൾക്കറിയില്ലായിരുന്നു ഇങ്ങനൊരു കാര്യമുണ്ടെന്ന്. എനിക്ക് പറയണം നിങ്ങളോട്, ഈ സംഭവശേഷം ആരോടും മനസ്സോടെ സംസാരിക്കാൻ എനിക്കായിട്ടില്ല. ആ വേദന എൻ്റെ ഉള്ളിൽ ഇന്നും ഉണ്ട്. എനിക്ക് പറയണം നിങ്ങളോടെങ്കിലും. അവനാ ആ ദുഷ്ടൻ, ആ നീചനാ എൻ്റെ പെങ്ങളെ കൊല്ലാകൊല ചെയ്ത് കൊന്ന്. അവനെ വെറുതെ വിടില്ല ഞാൻ. കൊല്ലും ഞാൻ അവനെ. ഇഞ്ചിഞ്ചായി അവനെ വേദന അറിയിച്ച് കൊല്ലും. കോളേജിൽ പോയ എൻ്റെ പെങ്ങളെ അവൻ സ്നേഹിക്കുന്ന ആളുടെ പേര് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ കൊണ്ടുപോയി കൊന്നവനവൻ. എൻ്റെ മോളൊന്ന് സഹിച്ച വേദന എന്താണെന്ന് ഓർക്കാൻ കൂടി എനിക്ക് വയ്യ. പിച്ച് ചീന്തി എറിഞ്ഞത് അവൻ എൻ്റെ മോളെ. കെട്ടിടത്തിൻ്റെ മണ്ടയിൽ നിന്ന് താഴേക്ക് അവൻ തള്ളിയിട്ട് കടന്നു കളഞ്ഞു. അവിടെയുള്ള ആരോ കണ്ട് അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഞങ്ങൾ വിളിച്ചറിയിച്ചു. ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും അവൾ ഞങ്ങളെ വിട്ടുപോയിരുന്നു. ആ വാർത്ത കൊണ്ട് തകർന്നൊരു കുടുംബം മുഴുവനാ. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് റിപ്പോർട്ട് വന്നപ്പോൾ ക്രൂരമായ പീഡനത്തിനിരയായിരുന്നു എൻ്റെ മോള്. ആ വാർത്ത കേട്ട ഷോക്കിൽ എൻ്റെ അച്ഛൻ നെഞ്ചുകൂട്ടി മരിച്ചു. അമ്മ കുഴഞ്ഞു വീണു. ഇന്നും ചലിക്കാത്തൊരു ജീവചവമായുണ്ട് എൻ്റെ അമ്മ. എല്ലാവരും ഇന്നും ആ വേദനയിൽ നീറി ജീവിക്കുക. ഹോസ്പിറ്റലിൽ കൊണ്ടുപോരും വഴി അവൾ മുഴുവൻ പറഞ്ഞ ആ ചെറ്റയുടെ പേര് മാത്രമാണ്. അവനെതിരെ കേസ് കൊടുത്തെങ്കിലും വേണ്ടത്ര തെളിവുകളില്ലാത്ത കാരണം കൊണ്ട് ആ കേസ് നിലനിന്നില്ല. എൻ്റെ മോളുടെ സ്വഭാവദൂഷ്യം കൊണ്ടാണെന്ന് വിധി എഴുതി. അവളൊരു പാവ. എൻ്റെ മോൾ അങ്ങനെ ഒരു പെണ്ണല്ലെന്ന് ഞങ്ങൾക്കറിയാം. വെറുതെ വിടില്ല. നിയമം കൊണ്ട് അവന് കിട്ടാത്ത ശിക്ഷ ഇനി വിധിക്കുന്നത് ഞാനാ. ഇനി ഒരു പെണ്ണിനും അവൻ്റെ ഇരയാവാൻ വിധി ഉണ്ടാവരുത്. വെറുതെ വിടില്ല. കൊല്ലും ഞാൻ അവനെ. മരണത്തെ യാചിച്ച് അവൻ ചാവണം. വരുൺ അത് പറഞ്ഞ് പൊട്ടിക്കരയാനും പൊട്ടിച്ചിരിക്കാനൊക്കെ തുടങ്ങിയതും ആനന്ദം ആദ്യം കൂടി അയാളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. നിങ്ങൾക്കറിയോ, ഞാനൊരു ഭ്രാന്തനാ. അല്ല, ഭ്രാന്തനെന്ന് മുദ്രകുത്തിയവൻ. എല്ലാത്തിനും കാരണം അവനാ. നീണ്ട 2 വർഷം ഞാൻ ഇരുട്ടറക്കുള്ളിൽ ആരോടും സംസാരിക്കാനാവാതെ ഭ്രാന്തൻ എന്ന പേരിൽ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയത് അവനെ കൊല്ലാൻ വേണ്ടി മാത്രമാ. വരും, കൂൾ, താൻ സമാധാനപ്പെടുക. ഞങ്ങളുണ്ടാവുന്നതിൻ്റെ കൂടെ വീണക്ക് നീതി കിട്ടും. അവൻ്റെ ജീവനെടുത്തിട്ട് തന്നെ. അതെ, അവനെ വെറുതെ വില്ല. ഇനി തൻ്റെ ഒപ്പം ഞങ്ങളുണ്ടാവും. അമ്മയെ നമുക്ക് ചികിത്സിച്ച് ഓക്കെ ആക്കാൻ നോക്കാം. നഷ്ടമായ ജീവിതം നമുക്ക് തിരിച്ചു പിടിക്കാം. താൻ വിഷമിക്കാതിരിക്കുക. എൻ്റെ പെങ്ങളെ തിരിച്ചറിയാൻ നിങ്ങൾക്കാവോ? ഇല്ല, ആർക്കും ആവില്ല. അവളിന്നില്ല. അവളെ തിരിച്ചറിയാനാവില്ല. ആർക്കും അവളെ തിരിച്ചറിയാനാവില്ല. അത് പറഞ്ഞ് പുലമ്പിക്കൊണ്ട് അയാളിരുന്നു. അയാളുടെ അവസ്ഥ കണ്ടതും അവരുടെ ഉള്ളിൽ അത് വേദനയുണ്ടാക്കി. നഷ്ടമായത് തിരിച്ചുകൊണ്ടുവരാൻ നമ്മൾ ദൈവമൊന്നല്ലല്ലോ. പക്ഷെ തൻ്റെ ജീവിതം തിരിച്ചുപിടിക്കാൻ താൻ വിചാരിച്ചാലാവും. ആ കുട്ടി ആഗ്രഹിക്കുന്ന അതാവും. നിങ്ങളുടെ സന്തോഷമാവും വീണയും ആഗ്രഹിക്കുന്നത്. അമ്മയുടെ ആരോഗ്യം നമുക്ക് വീണ്ടെടുക്കാൻ നോക്കാം. നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടിയാൽ ചിലപ്പോൾ ഓക്കെ ആയിക്കും. നഷ്ടമായതോർത്ത് വേദനിച്ചുകൊണ്ട് മാറ്റം ഉണ്ടാവില്ലല്ലോ. പകരം മാറ്റത്ത് നമ്മളുണ്ടാക്കണം. അവൻ്റെ അന്ത്യം കൊണ്ട്. ആദ്യം പറഞ്ഞ വരുണ അവനെ നോക്കി തലയാട്ടി ചിരിച്ചു. അമ്മയെ കാണാൻ ഞങ്ങൾ വരുന്നുണ്ട്. തനിക്ക് കൂട്ടിനി ഞങ്ങളുണ്ടാവും. അവരുടെ ആശ്വാസവാക്കുകൾ വരുണിനെ ഒരു സമാധാനമായിരുന്നു. എൻ്റെ ഉള്ളിൽ ചില കണക്കൂട്ടലുകളുണ്ട്. അതുപോലെ മുന്നോട്ട് പോയാൽ അവൻ നമുക്ക് പിടിക്കാം. ആർക്കൊരു കോട്ടവും സംഭവിക്കില്ല. വരുൺ പറഞ്ഞു. ആദ്യം ആനന്ദം അതെന്താണെന്നുള്ള ഭാവത്തിൽ അവരെ നോക്കി. പ്ലാൻ അവരോട് പറഞ്ഞ് രണ്ടുപേരുടെയും മുഖത്തൊരു പ്രതീക്ഷ തെളിഞ്ഞു. പക്ഷെ അച്ഛൻ? ആനന്ദ് സംശയരൂപത്തിൽ ചോദിച്ചു. കണ്ടുപിടിക്കാം. കാർത്തികിന്റെ നീക്കൾ പിടികിട്ടിയാൽ അത് എവിടെയുണ്ട് നമുക്ക് കണ്ടുപിടിക്കാം. അതിനുള്ള ആൾ അവൻ്റെ ഒപ്പം തന്നെയുണ്ട്. നാളേക്ക് നമുക്കൊരു തുമ്പിട്ടായിരിക്കില്ല. വെയിറ്റ് ചെയ്യാം നമുക്ക്. വരുൺ പറഞ്ഞു. ആനന്ദ് ആ പ്രതീക്ഷയിലായിരുന്നു. വരുണിന് അമ്മ ഒറ്റക്കാവില്ല ഇപ്പോൾ വീട്ടിൽ? ഇല്ല, അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ വല്യമ്മയുണ്ട്. അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഞാനാ ചെയ്തു കൊടുക്കുന്നത്. അമ്മയുടെ അത്യാവശ്യ കാര്യങ്ങൾ അവർ നോക്കും. പിന്നെ ഞാനുണ്ടാവും കൂടെ. തനിക്കെന്താ ജോലി? അപ്പോൾ ഹോസ്പിറ്റൽ വാസം കഴിഞ്ഞിറങ്ങിയത് ഈ അടുത്ത കാലത്താണ്. ഇതുവരെയും മുന്നോട്ട് പോയതുള്ള സമ്പാദ്യം മുഴുവൻ വിറ്റുവയ്ക്കുക. ഇപ്പം ആകെയുള്ള ഒരു വീട് മാത്രമാണ്. ബാക്കിയൊക്കെ ചിലവിനും മറ്റുമായി തോന്നി. ഇനി ഇങ്ങനെ മുന്നോട്ട് പോയാൽ വീടുണ്ടാവില്ല. അറിയാവുന്ന കൈത്തൊഴിലൊക്കെ ചെയ്യുന്നുണ്ട്. MBA വരെ പഠിച്ചിട്ടുണ്ട്. എങ്കിലും ഭ്രാന്തനെന്ന് മുദ്രകുത്തി എനിക്ക് ആരാ ജോലിയിരുന്നു? അയാൾ വേദനയോടെ പറഞ്ഞു. തൻ്റെ ക്വാളിഫിക്കേഷൻ വെച്ച് വേറെ നല്ലൊരു ജോലി കിട്ടും. ജോബിന് എനിക്ക് ട്രൈ ചെയ്തുകൂടെ? എവിടെ പോയാലും ഉണ്ടാവും എൻ്റെ പഴയ കഥകൾ അറിയാവുന്ന ഒരാളെങ്കിലും. അതുപോലെ ഒരു കാരണത്തിന്. അതുകൊണ്ടെല്ലാം മതിയാക്കി ഉള്ളതുകൊണ്ട് ജീവിക്കാൻ തീരുമാനിച്ചു. എല്ലാം ശരിയാവുള്ളൂ, താമസിക്കണ്ട. ആദ്യം പറഞ്ഞു. അയാൾ അതിന് ചിരിച്ചു. അതുതന്നെയാ എല്ലാവരുടെയും വിശ്വാസം. വരുൺ പറഞ്ഞു. അവരത് കേട്ട് മൂളി. വീട്ടിൽ നിന്ന് ആദ്യ ആനന്ദിനെയും കാണാതെ അച്ഛൻ വിളിച്ചതും അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നാളെ ലച്ചുവിൻ്റെ വീട്ടിലേക്ക് പോയി അവളെ കൂട്ടിക്കൊണ്ട് വന്നാലോ എന്ന് ഞങ്ങൾ ആലോചിക്കുന്നത്. വേണ്ടച്ച, നാളെ ഞങ്ങൾ മടങ്ങി വരുമ്പോൾ അവൾ എനിക്കൊപ്പം ഉണ്ടാവും. എങ്ങനെയാടാ അത്? മോളെ പിടിച്ചിട്ടിയ പോലല്ലേ അവരവളവിടെ വെച്ചിരിക്കുന്നത്.
അറിയില്ല എങ്ങനെയാണെന്നോ എന്താണെന്നോ. നാളെ വിവാഹം നടക്കില്ല, അത് മാത്രമേ ഞാൻ ഉറപ്പിച്ചു പറയാം. എല്ലാവരോടും സമാധാനമായിട്ട് ഇരിക്കാൻ പറയും. അതും പറഞ്ഞ് ആനന്ദ് ഫോൺ വെച്ചതും ഇനി എന്തെന്ന ആലോചനയിൽ അവൻ അവരെ നോക്കി. കാത്തിരിക്കാൻ നമുക്ക് മുമ്പിൽ സമയമില്ല. ഈ രാത്രി പുലരും മുമ്പ് അദ്ദേഹം നമ്മളെ കൂടെ ഉണ്ടാവും. വാ, എവിടേക്കടാ നമ്മൾ പോയി അന്വേഷിക്കുന്ന ഇനി? അറിയില്ല, എല്ലാവരും ഒന്നുകൂടി പോയി നോക്കണം. നിങ്ങൾ വാ. ആനന്ദ് പറഞ്ഞതും അവർ രണ്ടവരുടെ ഒപ്പം ചെന്ന് വീണ്ടും അച്ഛൻ അന്വേഷിച്ചിറങ്ങി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.